അപ്പോൾ ഇതാണ് മണ്ടക്കാട് പോകുന്ന ആ ഒരു ബാക്ക് സൈഡ് റോഡാണിത്. ഇത് ഫ്രണ്ട് സൈഡല്ല, നമ്മൾ ബാക്ക് സൈഡ് വഴിയാണ് പോകുന്നത്. കാരണം എനിക്ക് ഈ റോഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഫ്രണ്ട് റോഡിൽ നല്ല തിരക്കായിരിക്കും. ഇത് കടലിൻ്റെ ഭാഗത്തുള്ള റോഡാണ്. അതായത് നമുക്ക് എന്തായാലും ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കി ഇനി 2.5 കിലോമീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ. 2.5 കിലോമീറ്റർ. ഇത് അപ്പുറത്ത് കടലാണ്. അതായത് ഞാൻ കാണിച്ചു, ഈ ഭാഗത്തോട്ട് കടലാണ് വരുന്നത് മെയിനായിട്ട്. അപ്പം നമ്മൾ ആ കടൽ സൈഡ്, അതായത് കുളച്ചലില്ലേ, അതായത് കുളച്ചൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള കടലാണ്, കടപ്പുറമാണത്. അപ്പോൾ അതിൻ്റെ സൈഡാണ് ഈ മണ്ടക്കാട് വരുന്നത്. നേരത്തേക്ക് നമ്മൾ, അതായത് ഞാനും അമ്മയൊക്കെ വരുന്ന സമയത്ത് ഈ കടലിലിറങ്ങി കുറേ നേരം നിൽക്കുമായിരുന്നു. നേരത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിലെ ആ ഒരു ടൈമിൽ. അപ്പോൾ മണ്ടക്കാട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് കടപ്പുറം പോകണം, അല്ലെങ്കിൽ കടപ്പുറത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മെയിനായിട്ട് മണ്ടക്കാട് തന്നെ വരുന്നത്. മണ്ടക്കാട് ഭഗവതി അമ്മൻ ടെമ്പിൾ. തിരക്കുണ്ടെന്ന് തോന്നുന്നു. തിരക്കുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കിയിട്ട് പോകാം. നല്ല തിരക്കുണ്ട്. സാധാരണ ഇത്രയും തിരക്കൊന്നും ഇവിടെ കാണാത്തതാണ്. അപ്പോൾ ഈ വഴി, ഈ ഓട്ടോ വന്ന വഴി നേരെ താഴോട്ട് പോയാൽ നമുക്ക് കടപ്പുറം കാണാൻ പറ്റും. നല്ല തിരക്കുണ്ടല്ലോ. ഇങ്ങോട്ടാണ് ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഇതാണ് ക്ഷേത്രം. ഞാൻ പ്രതീക്ഷിച്ച തിരക്കൊന്നുമില്ല. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല തിരക്കായിരുന്നു. പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നുമില്ല. കാരണം ഇവിടെ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് നമ്മളിങ്ങനെ ചുറ്റി വന്നായിരുന്നു. ക്ഷേത്രം ഇനിയിപ്പോൾ 1 മണി 1:30 ഒക്കെ ആകുമ്പോൾ നട അടയ്ക്കും. നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ട് പാർക്ക് ചെയ്യാം. കുറച്ച് ദൂരം നടക്കേണ്ടി വരും. ഇത് പൊങ്കാല ഇടുന്ന സ്ഥലമാണ്. വണ്ടി സാധാരണ ഇതുവഴിയാണ് വരുന്നത്. ഈ വഴിയാണ് വരുന്നത്. നോക്കട്ടെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് ഓട്ടോയും കാറൊക്കെ ഇരിക്കുന്നു. എന്തായാലും ഒന്ന് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. ഈ പോലീസ് വെറ്റിയടിക്കാതിരുന്നാൽ കൊള്ളാം. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാണ് മണ്ടക്കാട് പൊങ്കാല ഇടുന്ന ആ ഒരു മണ്ഡപം. എല്ലാ ദിവസവും ഈ ഒരു അമ്പലത്തിൽ പൊങ്കാലയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡെയിലി വന്ന് ഇവിടെ പൊങ്കാല ഇടാം. പണ്ട് കാലത്ത്, അതായത് ഒരുപാട് പഴക്കം ചെന്ന സമയത്ത് ദേവി ഒരു മുക്കുവസ്ത്രയുടെ രൂപത്തിൽ വന്നിവിടെ മീനൊക്കെ വെച്ച് കഴിച്ചെന്നാണ് ഇവിടെ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ പിന്നെ ഈ ഒരു അമ്പലത്തിൽ മീൻ വെച്ച് കഴിക്കാറുണ്ട്, പിന്നെ പൊങ്കാല ഇടാറുണ്ട്. ഇനി അവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണം അമ്പലത്തിലേക്ക്. ആ കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഈ ഒരു അമ്പലം നമുക്ക് റോഡിൽ നിന്ന് തന്നെ ദേവിയെ തൊഴുതിട്ട് പോകാം. നട തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം. ഇത് ഞാൻ ആടിച്ചോയ ആയതുകൊണ്ട് പോയതാണ്. അല്ലാത്ത ദിവസങ്ങളിൽ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഉത്സവം അല്ലെങ്കിൽ ഇതേപോലെ വിശേഷ ദിവസങ്ങളിലാണ് നല്ല തിരക്ക് വരുന്നത്. അല്ലാത്ത ദിവസം നിങ്ങൾ രാവിലെ ഒരു 7:30 8 മണിക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഈ ഒരു അമ്പലത്തിൽ കാണുള്ളൂ. നിങ്ങൾക്ക് വളരെ സ്വസ്ഥവും ശാന്തവുമായിട്ട് ദേവിയെ തൊഴാൻ പറ്റും. അപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ദേവീക്ഷേത്രവും കൂടെയാണ്. തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടുത്തെ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ഒരു മണ്ടപ്പുറ്റിൽ, അതായത് ഒരു പുറ്റില്ലേ, നമ്മളെ പാമ്പിൻ്റെയൊക്കെ പുറ്റെന്ന് നമ്മൾ പറയത്തില്ലേ, അതേപോലത്തെ ഒരു പുറ്റിൽ കാണപ്പെടുന്ന 3 രൂപമാണ്. അതായത് 3 തലയും 3 ദേഹവുമുള്ള ദേവിയാണ്. അതായത് 3 ദേവിമാരിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ദേവി ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനൊരു ക്ഷേത്രം എൻ്റെ അറിവിൽ ഞാൻ വേറെ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. മണ്ടക്കാട് പണ്ട് മുതലേ വളരെ സ്പെഷ്യലായ ഒരു ക്ഷേത്രമാണ്. പണ്ട് ഈ ശില വളരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറയുന്നത് ഈ ഒരു അമ്പലം ഓപ്പണായിട്ട് കിടന്നു. മേൽക്കൂരയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. മേൽക്കൂരയെല്ലാം ഓപ്പണായിട്ട് കിടന്നു. അതുമാത്രമല്ലാതെ വഴിപാടായിട്ട് നമ്മൾ ഇവിടെ ദേഹം തടിയിൽ, അതായത് നമ്മുടെ ദേഹത്തിനെ തടി രൂപാന്തരം ചെയ്ത് കൊത്തിയെടുത്തിട്ടുണ്ട്. കൈകാല്, മുട്ട്, അങ്ങനെ തല, ശരീരം, അങ്ങനെ പല പല പാർട്സ്. അപ്പോൾ അത് ഈ ഒരു അമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ നമ്മൾ വാങ്ങി എറിയുമായിരുന്നു. ഇപ്പോൾ ദേഹം വേദന, മുട്ട് വേദന, കൈകാൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ ഒരു ആൾരൂപം, സാധാരണ ആൾരൂപം എന്ന് പറയുന്നത് ചെറിയ വെള്ളി തകിട് അല്ലെങ്കിൽ വെള്ളിയിൽ കൊത്തിയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത തടിയിലാണ് കൊത്തി വരുന്നത്. അപ്പോൾ അത് വാങ്ങി ഈ ഒരു അമ്പലത്തിൻ്റെ ദേവിയുടെ മേൽക്കൂരയിൽ നമ്മൾ എറിയുമായിരുന്നു. അതുമാത്രമല്ലാതെ ഈ ഒരു ദേവിക്ക് ചാർത്തുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട് ഈ ഒരു നാഗർകോവിൽ ഭാഗത്ത് ദേവിക്ക് ചാർത്തുന്നത് കൊഴുന്നെന്ന് പറയുന്ന
ഒരു പ്രത്യേക തരം ചെടിയാണ്. ആ ഒരു ചെടിയുടെ പൂവാണ്. നല്ല മണമാണ്. ഇത് തിരുവനന്തപുരത്ത് അധികം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ തമിഴ്നാട് ഭാഗത്ത് നല്ല കൊഴുന്ന് കാണാറുണ്ട്. ഞാൻ എപ്പഴും മേടിക്കും. പ്രത്യേകിച്ച് ദേവിയുടെ പ്രസാദമായിട്ട് കിട്ടുമ്പോൾ എനിക്കത് ഫേവറേറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കൈകാലിൻ്റെ മുട്ട് വേദന അങ്ങനെയൊക്കെ വരുമ്പോൾ നേർച്ച കൈകാൽ രൂപങ്ങളൊക്കെ നേർച്ചയായിട്ട് സമർപ്പിക്കുന്ന സ്ഥലം ഇപ്പോൾ ഇവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലത്തേക്ക് മാത്രം ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ അമ്പലത്തിനകത്തായിരുന്നു പൊങ്കാല ഇടുന്നതും. ഇപ്പോൾ അതും മാറ്റി ഇവിടെ നിന്നാണ് നമ്മളത് വാങ്ങുന്നത്. തൊട്ടിൽ വാങ്ങി കെട്ടാറുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തവർ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി തൊട്ടിൽ വാങ്ങി കെട്ടാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൈകാലായിട്ട് സങ്കല്പിക്കുന്നത്. ഇനി നമ്മുടെ ശരീരം വരുന്നുണ്ട്. പിന്നെ ഇത് മണ്ടപ്പുറ്റാണ്. അങ്ങനെ പല തരം തടിയിൽ കൊത്തി വച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ശരീരം വരുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രൈസുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ശരീരമായിട്ട് സങ്കല്പിച്ച് ദേവിക്ക് സമർപ്പിക്കുവാണ്. ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റമ്പലം. അതായത് ഫുൾ അമ്പലം ഇങ്ങനെയാ വരുന്നത്. ഫുൾ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വച്ചിട്ടുണ്ട്. മണ്ടയ്ക്കാട് നിങ്ങൾ പോയിട്ടുണ്ടോ? എനിക്ക് എപ്പഴും ഞാൻ നാഗർകോവിൽ പോവാണെങ്കിൽ പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ മണ്ടയ്ക്കാടമ്മ വീണ്ടും വന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടുന്ന് ഇറങ്ങി. ഇനി എനിക്ക് വേറെ 1, 2 അമ്പലങ്ങൾ പോകാനുണ്ട്. ആടിച്ചോയ ആയതുകൊണ്ട് ആ ഒരു വിശേഷ ദിവസം പോയി കാണണമെന്നുണ്ടായിരുന്നു. നല്ല തിരക്കും ക്യൂവും ആയിരുന്നു അന്നദാനത്തിന്. ഞാൻ അന്നദാനത്തിന് നിന്നില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി. എനിക്ക് ഇത്ര ക്യൂ ഒന്നും നിൽക്കാൻ വയ്യായിരുന്നു.